വളരെ അൺഫെയർ ആയൊരു വിധിയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ബെയിൽ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട്. കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ്, ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട്. അല്ല, കോർട്ട് ഓർഡറിൽ പറയുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ സെക്ഷൻ എന്ന് പറയുന്നത് 75(1) ആണ്, സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ്. പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കേൾക്കുകയാണ്. അപ്പം എന്താണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നാണ്. അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമ ഫേഷ്യ അങ്ങനെ കണ്ടെത്തിയെന്നാണ് കോടതിയുടെ ഇത് പറയുന്നത്. അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അത് ശരിയാണ്. അപ്പോൾ ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ്. പക്ഷെ അതുവരെ എന്തായാലും ഇനിയൊരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോകാണെന്നാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് 100% ഉറപ്പിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്, ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവുകയാണ്. കാരണം അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ആദ്യം തന്നെ അറസ്റ്റ് തന്നെ ഭയങ്കര, നമുക്കൊരു നോട്ടീസും തരാതെയാണ് അറസ്റ്റ് ചെയ്തത്. അത് പച്ചക്കള്ളമാണത്. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിലും ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. നേരിട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു. കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കള്ളമാണ് അത്. നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അത് തന്നെ തെറ്റാണ്. നേരെ വീട്ടിലൊരു ദിവസം 4 മണിക്ക് വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കൂടെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു നമ്മൾ നോട്ടീസ് തന്നിട്ട് അത് കൈപ്പറ്റിയില്ല എന്ന്. ഇത്രയും അന്വേഷണമായിട്ട് സഹകരിക്കുന്ന ഒരാളെ എന്തിനു കൈപ്പറ്റാതിരിക്കണം? അത് സെഷൻസ് മൂവിയും ഹൈക്കോടതിയിലേക്ക് മൂവിയും അത് 100% ഉറപ്പാണ്. നിരാഹാരം അനുഷ്ഠിക്കും രാഹുൽ അങ്ങനെ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ നേരിടും എന്നുള്ളതാണ്. നിയമപരമായി തന്നെ നേരിടും. പിന്നെ ഇതിനോടുള്ളൊരു എതിർപ്പുണ്ട് നമുക്ക്. കാരണം എപ്പോഴും ഈ എല്ലാവരും, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇര എന്ന് പറയുന്നുണ്ട്. ഇര എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. 2 വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ആ 2 വ്യക്തികളിൽ ശരിയും തെറ്റും 2 പേരുടെ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഒരാൾ എങ്ങനെ ഇരയായി മാറുന്നു, മറ്റൊരാളെങ്ങനെ? അപ്പം അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പോൾ ബെയിൽ പോലും റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള എതിർപ്പാണ് ഈ നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ്. അല്ല, അത് ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പം നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നുമുള്ളൊരു അവസരമില്ല. അപ്പോൾ അങ്ങനെ വന്ന വീഡിയോ ആയിരിക്കും. അപ്പം അത് എന്തായാലും നമ്മൾ ലാപ്ടോപ്പൊക്കെ കൊടുത്തു. നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ടായിരുന്നു യു ക്യാൻ ഗിവ് എ ഗാഗ് ഓർഡർ എന്നിട്ട് ബെയിൽ കൊടുക്കാമെന്ന് പറയാം. അത്രയും പോലും ബെയിൽ കൊടുക്കാത്ത വിധത്തിൽ എന്ത് സെക്ഷലി കളർഡ് റിമാർക്സ് ആണ് വന്നതെന്ന് ഐ ഡോണ്ട് നോ. അപ്പോൾ അതിനുള്ളൊരു വിഷമമുണ്ട് എന്തായാലും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ എല്ലാം.